കൊല്ലം പത്തനാപുരത്ത് രൂപമാറ്റം വരുത്തി നമ്പർ പ്ലേറ്റ് ഇല്ലാതെ റോഡിലിറങ്ങിയ കാർ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. കാർ കസ്റ്റഡിയിലെടുത്തതിന്റെ പേരിൽ ഒരു സംഘം ആളുകൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നത് അരുൺരാജാണ്. അരുൺരാജ്, ഈ വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ സംബന്ധിച്ച് കൃത്യമായ നിയമങ്ങളുണ്ട്, അത് പാലിക്കണം എന്ന നിബന്ധനയുമുണ്ട്. അങ്ങനെയിരിക്കെ ഇത്തരത്തിൽ അനുമതിയില്ലാതെ മോഡിഫിക്കേഷൻ വരുത്തുന്നു, അതേപോലെ തന്നെ അത് കസ്റ്റഡിയിലെടുത്തതിൻ്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഏത് രീതിയിലായിരിക്കും ഇതിൽ നടപടി ഉണ്ടാവുക? ക്രിസ്റ്റീന, ഈ സംഭവം നടക്കുന്നത് ഇന്നാണ്. പക്ഷേ ഇതിനു മുമ്പ് ഒരു കഥ കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കൊല്ലം മേവറം ജംഗ്ഷനിൽ വെച്ച് ഈ മോഡിഫൈ ചെയ്ത വാഹനം ഈ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ തടയുകയും ഈ തടഞ്ഞെങ്കിൽ പോലും ഈ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരെ കണ്ട് നിർത്താതെ ഈ വാഹനം കടന്നു പോവുകയുമായിരുന്നു. തുടർന്ന് കൊല്ലം RTO ആണ് ഈ സംസ്ഥാനത്തെ മുഴുവൻ എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർക്കും ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തിയ വാഹനം എവിടെ കണ്ടാലും പിടിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ഇത്തരം നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഇന്ന് പത്തനാപുരം മഞ്ചള്ളൂരിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് പരിശോധനയ്ക്കിടയിൽ ഇതേ വാഹനം അവരുടെ മുമ്പിലൂടെ കടന്നുപോയത്. ഈ വാഹനത്തെ പിന്തുടർന്ന് പത്തനാപുരം RTO എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണ് ഈ പത്തനാപുരത്തെത്തി ഈ വാഹനം പിടികൂടിയത്. ഒരു കല്യാണ പാർട്ടിയുടെ വാഹനമായിരുന്നു ഇത്. ഈ കല്യാണ സ്ഥലത്ത് വെച്ച് ഈ വാഹനം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഓടിച്ച ഡ്രൈവറെ അടക്കം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ഈ വാഹനം പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് ഈ ഒരു സംഘം സംഘടിച്ചെത്തിയ ആൾക്കാർ ഈ പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെത്തി എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളടക്കം ഉണ്ടായത്. ഏതെങ്കിലും തരത്തിൽ ഈ വാഹനവുമായി ബന്ധപ്പെട്ട നിയമ നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ ശക്തമായ രീതിയിലുള്ള നടപടി ഉണ്ടാകും. ഇത് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തുമെന്നടക്കമുള്ള മോശമായ വാക്കുകളടക്കം ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ ഈ ഒരു സംഘം ആൾക്കാർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഒടുവിൽ പോലീസ് ഇടപെട്ടാണ് ഈ രംഗം ശാന്തമാക്കിയത്. സംഭവത്തിൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതിനും അതുപോലെ തന്നെ വാഹനം അൾട്ടർ ചെയ്തതിനും വാഹനത്തിന് രൂപമാറ്റം വരുത്തിയതിനപ്പുറമുള്ള ഈ അമിതമായ വേഗത്തിൽ ആ വാഹനം ഓടിക്കുക, അപകടകരമായ രീതിയിൽ വാഹനം നിരത്തിലൂടെ ഡ്രൈവ് ചെയ്യുക എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാൻ നിലവിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. മലപ്പുറം സ്വദേശിയുടെ പേരിലുള്ളതാണ് വാഹനം. പക്ഷേ ഇത് കൊല്ലം സ്വദേശികൾ വാങ്ങിയെന്നാണ് ഇവർ പറയുന്ന വിവരം. പക്ഷേ കൊല്ലം സ്വദേശികൾ വാങ്ങിയെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇവരുടെ പക്കൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ വാഹനം ഓടിച്ച വ്യക്തിക്കെതിരെ ഇപ്പോൾ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശരി, കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺരാജ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.